നിർധനരായ മത്സ്യത്തൊഴിലാളികളുടെ സാഹചര്യം മുതലെടുക്കുന്ന അവയവ കച്ചവട റാക്കറ്റ് കൊല്ലം ജില്ലയിലും സജീവമാണ്. പരവൂർ പുക്കുളം മത്സ്യത്തൊഴിലാളി പുനരധിവാസ കേന്ദ്രത്തിൽ താമസിക്കുന്ന നിരവധി പേർ അവയവ കച്ചവട സംഘത്തിന് വൃക്ക വിറ്റതായി ന്യൂസ് മലയാളം കണ്ടെത്തി. കോടികളുടെ അവയവ കച്ചവടമാണ് ഈ പ്രദേശത്ത് മാത്രം നടന്നത്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. അവിടെ ഇതുവരെ എനിക്ക് തോന്നുന്നൊരു 30 പേരെങ്കിലും കിഡ്നി കൊടുത്തിട്ടുണ്ട്. അത് കടം വീടുന്നതിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. എറണാകുളത്തുള്ള ഒരു ഏതോ ഏജൻസി അങ്ങാണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അവരാരും സത്യാവസ്ഥ പറയത്തില്ല. അത് കൊടുത്തത് 8 ലക്ഷമാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 10 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ടേ ഉള്ളൊരു ബ്രേക്കിൽ നിൽക്കുന്നത്. ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് മാത്രം 30-ലധികം പേരുടെ വൃക്ക അവയവ കച്ചവടക്കാർ വാങ്ങിയെന്ന് സ്ഥിരീകരിക്കുന്നത് സ്ഥലത്തെ വാർഡ് കൗൺസിലർ തന്നെയാണ്. കൊല്ലത്തെ മത്സ്യത്തൊഴിലാളി പുനരധിവാസ മേഖല കേന്ദ്രീകരിച്ച് അവയവ കച്ചവട മാഫിയ പിടിമുറുക്കിയെന്നാണ് ന്യൂസ് മലയാളത്തിൽ ലഭിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് കച്ചവടം. പരവൂർ പുക്കുളത്തെ മത്സ്യത്തൊഴിലാളി പുനരധിവാസ മേഖലയിൽ 8 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ നൽകിയാണ് വൃക്ക വാങ്ങിയിരിക്കുന്നത്. വൃക്കദാതാക്കളെ കണ്ടെത്തി നൽകുന്നവർക്ക് 50,000 മുതൽ 1 ലക്ഷം വരെയാണ് കമ്മീഷൻ. എറണാകുളത്തെ ലേക്ക് ഷോർ മെഡിക്കൽ ട്രസ്റ്റ്, തൃശൂരിലെ വെസ്റ്റ് ഫോർട്ട് ഹൈടെക് ആശുപത്രികളിലാണ് പലരും ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നതെന്ന രേഖകളും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. അവയവ മാഫിയ പുനരധിവാസ മേഖലയിലെത്തി കച്ചവടം നടത്തുന്ന കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്ന് വാർഡ് കൗൺസിലർ ഗിരിജ വെളിപ്പെടുത്തി. A to Z കൊടുത്ത ആളുടെ പേര് വരും എനിക്കറിയാം. ഇപ്പം ഞാൻ ഒരു വ്യക്തി ഇന്ന് പോവുകയാണെങ്കിൽ പിന്നെ എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം തൊട്ടടുത്ത ഒരാളിനെ നമ്മൾ കൊണ്ടുപോയിരിക്കും. ആ വ്യക്തിക്ക് മുമ്പ് 50,000 വരെ കിട്ടുമായിരുന്നു. ഇപ്പോൾ 1 ലക്ഷം കൊടുക്കുമെന്ന് പറയുന്നു. മക്കളുടെ വിവാഹത്തിനും ഭാരിച്ച കടബാധ്യത ഉള്ളവരുമൊക്കെയാണ് വൃക്ക നൽകിയതിൽ ഭൂരിഭാഗവും. ഒരു വീട്ടിൽ തന്നെ 1-ലധികം പേർ വൃക്ക നൽകിയതായുള്ള രേഖകളും അന്വേഷണത്തിൽ കണ്ടെത്തി. 100-ലേറെ മത്സ്യത്തൊഴിലാളികൾ പുനരധിവാസ മേഖലയായ പുക്കുളത്ത് മാത്രം വൃക്ക ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. അവയവദാന രംഗത്തെ ചൂഷണം തടയുകയും മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ ചൂഷണം തുടരുകയാണെന്നാണ് ന്യൂസ് മലയാളത്തിൻ്റെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ക്യാമറമാൻ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.